പ്രസ് ഫോർ ന്യൂസ് ഖത്തർ ന്യൂസ് അപ്ഡേറ്റ്സ് പ്രസന്റഡ് ബൈ സിറ്റി എക്സ്ചേഞ്ചിൽ നിന്നും ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ബാങ്കുകളിലേക്കും നിമിഷങ്ങൾക്കകം പണം അയക്കാം. സിറ്റി എക്സ്ചേഞ്ച് ദോഹ ഖത്തർ in association with Al Sultan Medical Center near Jeda Service Center, Wakala Street 23, Doha, Qatar. Call 4444 0991 44693 694. പ്രസ് ഫോർ വാർത്തകൾ വായിക്കുന്നത് അൻവർ പാലേരി. യമനിൽ സൌദി അറേബ്യ നടത്തുന്ന സായുധാക്രമണത്തിന് തടസ്സം നിൽക്കുന്നതാണ് ഖത്തറിനെതിരെ ഉപരോധമേർപ്പെടുത്താൻ മുഖ്യ കാരണമെന്ന് ബ്രിട്ടനിലെ ലേബർ പാർട്ടി നേതാവ് ജെറമി കോർബിൻ അഭിപ്രായപ്പെട്ടു. മാരകായുധങ്ങൾ ഉപയോഗിച്ച് സൌദി സഖ്യസേന യമനിൽ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ നേരത്തെ തന്നെ വിമർശിച്ചിട്ടുണ്ട്. ഹൂത്തി സൈനികരെ തുരത്താനെന്ന പേരിൽ യമനിൽ നടക്കുന്നത് സൌദിയുടെ നേരിട്ടുള്ള അധിനിവേശമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഉപരോധ രാജ്യങ്ങൾ ഖത്തറിനുമേൽ പ്രഖ്യാപിച്ച 13 നിബന്ധനകൾ യുക്തിസഹമല്ലെന്ന ജർമ്മനിയുടെ നിലപാടിനൊപ്പമാണ് ബ്രിട്ടനെന്നും അൽ ജസീറയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിൽ ജെറമി കോർബിൻ അഭിപ്രായപ്പെട്ടു. തങ്ങൾ അംഗീകരിക്കില്ലെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഉപരോധ രാജ്യങ്ങൾ 13 വ്യവസ്ഥകൾ പരസ്യപ്പെടുത്തിയതെന്ന് ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനി അറിയിച്ചു. വ്യവസ്ഥകൾ തള്ളിക്കൊണ്ടുള്ള ഖത്തറിന്റെ ഔദ്യോഗിക അറിയിപ്പ് കുവൈത്ത് വഴി ഉടൻ തന്നെ ഉപരോധ രാഷ്ട്രങ്ങൾക്ക് കൈമാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപരോധം വാസ്തവവിരുദ്ധമായ ആരോപണങ്ങളുടെയും നുണപ്രചാരണങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളതാണെന്ന് അമേരിക്കയടക്കമുള്ള ലോകരാജ്യങ്ങളിലെ ഉത്തരവാദപ്പെട്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഗൾഫ് രാഷ്ട്രങ്ങൾ തുടർന്നും ഒരുമിച്ച് നിൽക്കണമെങ്കിൽ ഗൾഫ് സഹകരണ കൌൺസിലിന്റെ ഇക്കാര്യത്തിലുള്ള വ്യക്തമായ നിലപാടറിയേണ്ടതുണ്ടെന്നും വാഷിംഗ്ടണിൽ ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ഉപരോധ രാജ്യങ്ങൾ പുറത്തിറക്കിയ 13 നിബന്ധനകളിൽ ഭീഷണിയുടെ സ്വരമാണുള്ളതെന്നും ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് മനസ്സിലാക്കാൻ ഇതുതന്നെ മതിയായ കാരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജിസിസിയിൽ ഉൾപ്പെട്ട ഒരു രാജ്യത്തെ അമേരിക്കൻ സ്ഥാനപതിയുടെ നേതൃത്വത്തിൽ സഹോദര രാജ്യമായ ഖത്തറിനെതിരെ നടത്തിവരുന്ന നീക്കങ്ങൾ ദുഃഖകരമാണെന്നും ടെലിവിഷൻ അഭിമുഖത്തിൽ ഖത്തർ വിദേശകാര്യമന്ത്രി അഭിപ്രായപ്പെട്ടു. നിലവിലെ ഗൾഫ് പ്രതിസന്ധി പരിഹരിക്കാൻ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ ഉടൻ ഇടപെടണമെന്ന് ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനി ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ താൽക്കാലിക അംഗങ്ങളുടെ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഖത്തർ വിദേശകാര്യമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഖത്തറിനുമേൽ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കപ്പെട്ട ഉപരോധത്തിനെതിരെ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് കൂടുതൽ ശബ്ദങ്ങൾ ഉയരണമെന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സൌദി അറേബ്യയിലെ പുതിയ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് സൌദി രാജകുടുംബാംഗം നടത്തിയ ട്വീറ്റ് സന്ദേശം വിവാദമാകുന്നു. നിലവിലെ ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൽ അസീസ് മരിക്കുന്നതിനു മുമ്പ് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന് സൌദി അറേബ്യയുടെ ഭരണസാരഥ്യം കൈമാറുമെന്ന് അമേരിക്ക ഉറപ്പു നൽകിയിരുന്നതായാണ് സൌദി രാജകുടുംബാംഗം ഖാലിദ് ബിൻ ഫർഹാൻ അൽ സൌദ് ട്വീറ്റ് ചെയ്തത്. മിഡിൽ ഈസ്റ്റ് മോണിറ്ററാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. തങ്ങൾ മുന്നോട്ടുവെക്കുന്ന നിബന്ധനകൾ അംഗീകരിച്ചാൽ നിലവിലെ കിരീടാവകാശിക്ക് എത്രയും വേഗം സൌദിയുടെ ഭരണാധികാരിയായി ചുമതലയേൽക്കാമെന്നായിരുന്നു അമേരിക്കയുടെ ഉറപ്പെന്നും ട്വീറ്റ് സന്ദേശത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തിയതായാണ് മിഡിൽ ഈസ്റ്റ് മോണിറ്റർ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയും ഇസ്രായേലും ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നിരുപാധികം അനുസരിക്കുക, ഗസയിലെ അഭയാർത്ഥികളുടെ പുനരധിവാസത്തിന് സൌദിയുടെ കീഴിലുള്ള സീന പ്രവിശ്യ വിട്ടുനൽകുക, ഹമാസിനെതിരെയുള്ള പോരാട്ടത്തിൽ യുഎഇയുമായി ചേർന്ന് സാമ്പത്തിക സഹായം അനുവദിക്കുക തുടങ്ങിയവയാണ് പുതിയ സൌദി കിരീടാവകാശിക്ക് അമേരിക്ക നൽകിയിരുന്ന നിർദ്ദേശങ്ങളെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേൽ ചരക്കു നീക്കത്തിന് സഹായകമാകുന്ന തരത്തിൽ സുയസ് കനാലിന് സമാന്തരമായി ഗൾഫ് ഓഫ് അൽ അഖ്ബ എന്ന പേരിൽ സൌദിയുടെ മേൽനോട്ടത്തിൽ പുതിയ കടൽമാർഗം നിർമ്മിക്കാനും നിർദ്ദേശങ്ങളിൽ പറയുന്നതായി ട്വീറ്റ് സന്ദേശത്തിലുണ്ടെന്നാണ് മിഡിൽ ഈസ്റ്റ് മോണിറ്റർ അവകാശപ്പെടുന്നത്.
സൌദി ഭരണകൂടത്തിനുമേലുള്ള അമേരിക്കൻ സ്വാധീനം വളരെ കാലമായി തുടർന്നു വരുന്നതാണെന്നും ട്വീറ്റിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു. ഖത്തറിനുമേൽ ചില അയൽരാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധത്തെ തുടർന്ന് 30,000 കുടുംബങ്ങൾ ദുരിതമനുഭവിക്കുന്നതായി ഖത്തർ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അലി ബിൻ സമീഖ് അൽ മരി അറിയിച്ചു. ബെർലിനിൽ ജർമ്മൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഉപരോധത്തെ തുടർന്ന് ഖത്തറിലും അയൽരാജ്യങ്ങളിലുമായി 30,000 കുടുംബങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി വിശദമായ കണക്കുകൾ സഹിതം അദ്ദേഹം വ്യക്തമാക്കി. ഗൾഫ് പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഏതൊരു ചർച്ചകളും നടക്കേണ്ടത് ഖത്തറിന്റെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണമെന്ന് തുർക്കി പ്രതിരോധ മന്ത്രി ഫിക്രി ഐസിക് അഭിപ്രായപ്പെട്ടു. ഖത്തർ പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ മുഹമ്മദ് അൽ അത്തിയയുമായി അങ്കാറയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഖത്തറിന്റെ പരമാധികാരം പൂർണ്ണമായും കൈയൊഴിഞ്ഞാൽ മാത്രമേ ചർച്ചകൾ സാധ്യമാവൂ എന്ന അവസ്ഥ തീർത്തും നിരാശാജനകമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഗൾഫ് പ്രതിസന്ധിയുടെ നിലവിലെ സ്ഥിതിഗതികൾ ആരാഞ്ഞുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാനുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തിയതായി വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു. അൽ ജസീറ അടച്ചുപൂട്ടണമെന്ന ഉപരോധ രാജ്യങ്ങളുടെ ആവശ്യം പ്രഥമദൃഷ്ട്യാ തന്നെ തള്ളിക്കളയാവുന്നതാണെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ മേധാവി സെയ്ദ് റാദൽ ഹുസൈൻ അഭിപ്രായപ്പെട്ടു. വർഷങ്ങളായി പിന്തുടരുന്ന ഒരു അന്തർദേശീയ ടെലിവിഷൻ ചാനൽ അടച്ചുപൂട്ടാൻ ആവശ്യപ്പെടുമ്പോൾ കുറഞ്ഞത് ഒരു തെളിവെങ്കിലും അവർക്കെതിരെ ഹാജരാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങളുടെ ചില താൽപര്യങ്ങൾക്ക് എതിരു നിൽക്കുന്നതുകൊണ്ടു മാത്രം അൽ ജസീറ നിരോധിക്കണമെന്ന് പറയുന്നത് നീതീകരിക്കാനാവാത്തതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജെറ്റ് എയർവേസ് വിമാനങ്ങളിൽ 3 ദിവസത്തെ അവധിക്കാല സൌജന്യ നിരക്ക് പ്രഖ്യാപിച്ചു. ഗൾഫിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഇന്നലെ മുതൽ ജൂലൈ 2 വരെ അടിസ്ഥാന നിരക്കിൽ 12% ഇളവിൽ ടിക്കറ്റുകൾ ലഭിക്കുമെന്ന് മാനേജ്മെന്റ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെയുള്ള യാത്രകൾക്കുള്ളതായിരിക്കണം ടിക്കറ്റുകൾ. ദോഹയിൽ നിന്നും ഇന്ത്യൻ നഗരങ്ങളിലേക്ക് പുറമെ ജെറ്റ് എയർവേസിന് സർവീസുള്ള രാജ്യാന്തര നഗരങ്ങളിലേക്കും ഇളവ് അനുവദിക്കും. ആദ്യം ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്കനുസരിച്ചാവും ആനുകൂല്യം ലഭിക്കുകയെന്നും ദോഹയിൽ നിന്ന് പുറത്തേക്കും തിരിച്ചുമുള്ള യാത്രകൾക്ക് മാത്രമായിരിക്കും ഇളവ് ബാധകമാവുകയെന്നും ജെറ്റ് എയർവേസ് അറിയിച്ചു. മൊസൂൾ നഗരത്തിലെ വിമത സൈനികരെ തുരത്തി വിജയം കൈവരിച്ച ഇറാഖി പട്ടാളത്തെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി അഭിനന്ദിച്ചു. ഇറാഖ് പ്രധാനമന്ത്രി ഹൈദർ അൽ അബാദിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിനിടെയാണ് അമീർ ഇക്കാര്യം അറിയിച്ചത്. ഭീകരവാദത്തിനും തീവ്രവാദത്തിനുമെതിരായ പോരാട്ടങ്ങൾക്ക് ഖത്തർ ഇറാഖിനൊപ്പമാണെന്നും ഇറാഖിൽ എത്രയും പെട്ടെന്ന് സമാധാനം പുലർന്നു കാണാൻ ഖത്തർ അതിയായി ആഗ്രഹിക്കുന്നതായും അമീർ വ്യക്തമാക്കി. ഖത്തറിനുമേൽ ഏർപ്പെടുത്തിയ വ്യോമയാന ഉപരോധം നീതികേടാണെന്ന് കാണിച്ച് അന്താരാഷ്ട്ര വ്യോമയാന ഏജൻസിക്ക് നൽകിയ പരാതി ഫയലിൽ സ്വീകരിച്ചതായി ഖത്തർ ഗതാഗത മന്ത്രി ജാസിം ബിൻ സെയ്ഫ് അൽ സുലൈത്തി അറിയിച്ചു. സൌദി അറേബ്യ, UAE, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾ വ്യോമയാന ഗതാഗതത്തിന് വിലക്കേർപ്പെടുത്തിയത് അന്താരാഷ്ട്ര വ്യോമയാന കരാറുകളുടെ ലംഘനമാണെന്ന് വ്യോമയാന ഏജൻസിക്ക് മനസ്സിലായിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ ഉടൻ നടപടിയുണ്ടാകുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതായും മന്ത്രി അറിയിച്ചു. നികുതിദായകർ ജൂലൈ 1 മുതൽ ആധാർ പാൻ കാർഡുമായി ബന്ധിപ്പിക്കണമെന്ന ഇന്ത്യൻ സർക്കാരിന്റെ ഉത്തരവിൽ പ്രവാസികൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് അധികൃതർ അറിയിച്ചു. നോൺ റെസിഡന്റ് ഇന്ത്യക്കാർ അഥവാ NRI പദവിയിലുള്ളവർ നാട്ടിൽ വരുമാന നികുതി റിട്ടേൺ സമർപ്പിക്കുമ്പോൾ ആധാർ നമ്പർ നൽകേണ്ടതില്ലെന്ന് നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ജൂൺ 30-നകം ആധാർ പാൻ കാർഡുമായി ബന്ധിപ്പിക്കണമെന്ന ഉത്തരവിനെ തുടർന്ന് ആധാർ രജിസ്റ്റർ ചെയ്യാത്ത പ്രവാസികൾ കടുത്ത ആശങ്കയിലായിരുന്നു. തങ്ങളുടെ പണമിടപാടുകളെ ഇത് ബാധിച്ചേക്കുമോ എന്ന ആശങ്കയാണ് പ്രവാസികൾ പങ്കുവയ്ക്കുന്നത്. 182 ദിവസം തുടർച്ചയായി ഇന്ത്യയിൽ താമസിക്കുന്നവർ മാത്രമാണ് ഈ നിബന്ധനയ്ക്ക് കീഴിൽ വരികയുള്ളൂവെന്നും പ്രവാസികൾ ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ മേധാവി ഭൂഷൺ പാണ്ഡെ വ്യക്തമാക്കി. ആധാർ കാർഡ് പ്രവാസികളുമായി ബന്ധപ്പെടുന്ന വിഷയമല്ലെന്നും താൻ ഇന്ത്യയിൽ തന്നെ സ്ഥിരതാമസമുള്ള ആളാണെന്ന് സത്യവാങ്മൂലം നൽകാൻ ആധാർ കാർഡിനുള്ള അപേക്ഷയിൽ തന്നെ പറയുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
സൈനിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തുർക്കിയിൽ നിന്നുള്ള സൈനികരുടെ രണ്ടാമത്തെ സംഘവും ദോഹയിലെത്തി. ഖത്തർ പ്രതിരോധകാര്യ വകുപ്പാണ് ഇക്കാര്യം അറിയിച്ചത്. നേരത്തെ ഖത്തറിലെത്തിയ സൈനികരോടൊപ്പം ഖത്തർ സൈന്യവുമായി ചേർന്ന് നടത്തുന്ന സംയുക്ത സൈനികാഭ്യാസത്തിൽ ഇവരും പങ്കെടുക്കും. ഖത്തറും തുർക്കിയും തമ്മിൽ നേരത്തെയുണ്ടാക്കിയ ഉഭയകക്ഷി കരാറിന്റെ ഭാഗമാണിതെന്നും മേഖലയിലെ തീവ്രവാദത്തിനും ഭീകരവാദത്തിനുമെതിരെയുള്ള പോരാട്ടത്തിൽ ഇരു രാജ്യങ്ങൾക്കുമുള്ള പങ്കാളിത്തമാണ് ഇത് കാണിക്കുന്നതെന്നും പ്രതിരോധകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഈ മാസം ഖത്തറിൽ ചൂട് ശക്തമാകുമെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോതും ഉയർന്ന നിലയിലായിരിക്കും. ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന താപനിലയാണ് ജൂലൈ മാസത്തിൽ പ്രതീക്ഷിക്കുന്നതെന്നും അറിയിപ്പിൽ പറയുന്നു. അതേസമയം അൽ ബവാരി കാറ്റിന്റെ സാന്നിധ്യമുള്ളതിനാൽ ജൂലൈ ആദ്യവാരത്തിൽ ചൂട് അല്പം കുറയുമെന്നും തുടർന്ന് സെപ്റ്റംബർ വരെ കനത്ത ചൂട് തുടരാൻ സാധ്യതയുണ്ടെന്നും അറിയിപ്പിലുണ്ട്. ഈർപ്പത്തിന്റെ തോത് വർദ്ധിക്കുന്നതിനാൽ യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ ചൂട് അനുഭവപ്പെടുമെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. വിനിമയ നിരക്ക് ഒരു ഖത്തർ റിയാലിന് ഇന്ന് ലഭിക്കാവുന്ന പരമാവധി വിനിമയ നിരക്ക് 17 രൂപ 62 പൈസ. കാലാവസ്ഥ. ഇന്ന് അനുഭവപ്പെട്ട കൂടിയ ചൂട് 41 ഡിഗ്രി, കുറഞ്ഞ ചൂട് 32 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് 26%. കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 13 കിലോമീറ്റർ. ഇതോടെ ഇന്നത്തെ പ്രസ് 4 വാർത്തകൾ സമാപിക്കുന്നു.